ഇപ്പോൾ തട്ടിപ്പിനും വെട്ടിപ്പിനും വിദ്യാർത്ഥികളെ മുതൽ സ്ത്രീകളെ വരെയാണ് കൂടുതലും മുന്നിൽ നിർത്തുന്നത്. അങ്ങനെ മുന്നിൽ നിർത്തുന്ന ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഇത് പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം ഓൺലൈൻ ട്രേഡിംഗിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് കൊച്ചിയിലെ വീട്ടമ്മയിൽ നിന്ന് 31.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ഏവിയേഷൻ വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് പുതുപ്പാടി ചോയിയോട് പുഴക്കര വീട്ടിൽ 21 വയസ്സുള്ള മുഹമ്മദ് മുക്താർ ഷാനിയാണ് കൊച്ചി കടവന്ത്ര പോലീസ് പിടികൂടിയത്. കടവന്ത്ര ബ്ലോസം കൊച്ചിൻ റോഡിലുള്ള 42 വയസ്സുകാരിയായ വീട്ടമ്മയാണ് കബളിപ്പിക്കപ്പെട്ടത്. ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ വ്യാപാരം നടത്തി വലിയ ലാഭം നേടാമെന്ന ഇൻസ്റ്റാഗ്രാമിലെ പരസ്യത്തിലൂടെയാണ് വീട്ടമ്മ സൈബർ തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെടുന്നത്. പരസ്യത്തോടൊപ്പം കണ്ട വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ അംഗമാക്കുകയും വ്യാജ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ ലിങ്ക് വീട്ടമ്മയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. തുടർന്ന് ഓൺലൈൻ ട്രേഡിംഗിനെന്ന് പറഞ്ഞ് 2 തവണയായി 31.5 ലക്ഷം രൂപ വീട്ടമ്മയിൽ നിന്ന് തട്ടിയെടുത്തു. 2025 ഒക്ടോബർ 10 തീയതിക്കും 14 തീയതിക്കും ഇടെയാണ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലായി പണം കൈമാറിയത്. ലാഭവിഹിതവും മുടക്കുമുതലും തിരിച്ചു കിട്ടാത്തതിനെ തുടർന്ന് വീട്ടമ്മ കടവന്ത്ര പോലീസിൽ പരാതിപ്പെട്ടു. വീട്ടമ്മ നൽകിയ 25 ലക്ഷം രൂപ മുഹമ്മദ് മുക്താറിന്റെ ബാങ്ക് അക്കൗണ്ടിൽ വഴിയാണ് പിൻവലിച്ചതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്നലെ അയാളെ അറസ്റ്റ് ചെയ്തു. വിദ്യാർത്ഥിയുടെ അക്കൗണ്ടിൽ മറ്റ് സൈബർ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടും ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നതായി പോലീസ് കണ്ടെത്തി.